നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ലഞ്ച് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹസ്ബൻഡ് സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചറിഞ്ഞ് ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി റൈസ് റെസിപ്പി ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ. റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെല്ലർ റൈസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെല്ലർ റൈസ് തന്നെ വേണമെന്നില്ല, നീളം കൂടിയിട്ടുള്ള ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ആ റൈസ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിൽ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് മുങ്ങിക്കിടക്കാവുന്ന വെള്ളത്തിലാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും പൊടിയും അതുപോലെ തന്നെ 1-1.5 ടേബിൾ സ്പൂൺ തന്നെ വെജിറ്റബിൾ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ഒരു ടൈമിൽ സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇല്ലേ, ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് തിളച്ചൊരു 3/4 ഭാഗം കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റെയിനറിലേക്ക് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു തലേദിവസം തന്നെ ഇതുപോലെ റൈസ് വേവിച്ചെടുത്തതിന് ശേഷം സ്റ്റെയിൻ ചെയ്തിട്ട് ചെറുതായി ചൂടാറി വരുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ്. അതായത് റൈസ് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അതുപോലെ തന്നെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ, അതുപോലെ തന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്ത് വെക്കുകയാണ്. ഇതിലേക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ കുഞ്ഞ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന വരയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്കും ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്യാരറ്റാണ്. അതും കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തള വന്ന് തുടങ്ങാൻ പോകുന്ന ഒരു ടൈമിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ലെവലാവുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും 1 കപ്പാണ്, ബീൻസും 1 കപ്പാണ്. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീൻസും കൂടി ഇട്ടിട്ട് ഒരു 3/4 ഭാഗം ഒന്ന് കുക്കായി വരണം. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോഴേക്ക് തന്നെ ആവും. അതുപോലെ തന്നെ ചിക്കൻ നന്നായി അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും ഒരു 3/4 വേവാകുമ്പോൾ ഞാൻ സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കനും കുക്കായി വരുമ്പോൾ ഞാൻ സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുക്കുകയാണ്. റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടിയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഒരു 3/4 വേവാക്കിയതിന് ശേഷം സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 3/4 ഭാഗം വേവായിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ചെറുതായി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 2 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അതൊരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസും ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലായ കാരണം തന്നെ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 3/4 ഭാഗം വേവിച്ചെടുത്തതാണ്. അതിന് ശേഷം ഓയിലിൽ കിടന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നിട്ട് ഈ ഒരു ടൈമിൽ സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എഗ്ഗ് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ കുഞ്ഞു പീസായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ റൈസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ഈ എഗ്ഗ് പകുതി കുക്കാവുന്ന ഒരു ടൈമിൽ വേണം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആണ് നമ്മുടെ എഗ്ഗ് കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് കിട്ടില്ല. നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഞാൻ നന്നായിട്ടൊരു 3/4 ഭാഗം കുക്കായി വന്നപ്പോൾ സ്റ്റെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്തിട്ട് വേണം നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിക്കനും ഞാനിവിടെ വേവിച്ചെടുത്തത് നീക്കി വെച്ചിട്ടുണ്ട്. അതും 1 കപ്പാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എഗ്ഗും ബീൻസും ക്യാരറ്റും അവിടെ കുക്ക് ചെയ്തെടുത്തതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുള്ള 2 ഗ്ലാസ് റൈസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൈസ് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വേണം
ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയ്യിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി കയ്യിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റും കിട്ടില്ല, ആ ഒരു ഭംഗിയും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ 2 സൈഡിലും പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ബാക്കി കുറച്ച് റൈസ് ഇടുക. അങ്ങനെ വേണം നമ്മളിത് ഫുള്ളായിട്ട് റൈസ് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇതാക്കി കൊടുത്തതിന് ശേഷം വെച്ചാൽ മതി എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലെണ്ണ ഒരു 1/4 ടീസ്പൂൺ 1.25 ടീസ്പൂൺ ടു 1.5 ടേബിൾ സ്പൂൺ വരെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും നമ്മുടെ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് ചിക്കൻ ഇല്ലേ, ഇപ്പോൾ കുഞ്ഞ് ക്യൂബായിട്ടാണ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയുടെ ഇലയാണ്, അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇഞ്ച് കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് 2 സൈഡും പിടിച്ചിട്ട് നേരത്തെ ഇളക്കിയെടുത്ത പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലാണ്ട് ഇതിൽ കയ്യിലിട്ടിട്ട് നമ്മളൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റൈസ് പൊട്ടും, നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് ടേസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിപ്പോൾ ലാസ്റ്റായിട്ടാണ് നമ്മളിതിലേക്ക് സോയാ സോസ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി, അപ്പോൾ വൈറ്റ് പെപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുത്താൽ മതി. അത് കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് റൈസ് ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ചൂടോടുക്കനെ വേണം നമുക്ക് റൈസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.